കമ്മ്യൂണിക്കേഷൻസിൽ വരെ എത്താൻ തുടങ്ങി. പിന്നെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജ്. നെക്സ്റ്റ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ലെറ്റ് us suppose to send a history in a human being in around, അതാണ് ഞാൻ പറഞ്ഞത് 300 years സെഞ്ച്വറീസിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളിൽ നിന്ന് മാറി എങ്ങനെയായി നമ്മൾ ഇപ്പം നമ്മൾ ബയോളജിക്കലായിട്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹോമോസാപ്പിയൻസ് നമ്മൾ ഇന്നത്തെ മനുഷ്യനിലേക്ക് ഹോമോസാപ്പിയൻസ് വന്ന ഒരു ട്രാവൽ ഉണ്ട് ഇല്ലേ, അതുപോലെ തന്നെ ഉള്ള വേറൊരു ട്രാവലിങ് ഒരു ഗ്രാജുവലി ഇല്ല ചേഞ്ചസ് ആണ് ഏതിൽ വന്നിട്ടുള്ളത്, ടെക്നോളജിയിൽ വന്നിട്ടുള്ളത്. ബയോളജിക്കലി നമ്മൾ പറയുമ്പോൾ ഫോർ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ഹോമിയോസാപ്പിയൻസ്. അവരുടേതായിട്ടുള്ള അതിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് നിലവിലുള്ള ഹ്യൂമൻ ബോഡിയിലേക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് എന്താണ്, അത് ഒരു ഗ്രാജുവലി ഡെവലപ്മെൻറ്റിനെയാണ് കമ്മ്യൂണിക്കേഷനിൽ അതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഇതാണ് ഏതിലുള്ളത്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫീൽഡിൽ ഉള്ളത്. ഫസ്റ്റ് നമ്മളിപ്പം ഒരു 1876 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ടെലഫോണുകൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ, പിന്നെ ആ ടെലഫോണുകളിൽ നിന്ന് തന്നെ കൊമേഴ്ഷ്യൽ റേഡിയോസ് വന്നപ്പോൾ അതിൻ്റെ സൗണ്ട് പിക്സ് ഒക്കെയുള്ള നമ്മൾ അതിലും മാറ്റം വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സിലേക്ക് അത് മാറി. അത് പിന്നെ നമ്മൾ ഏതിലേക്കാണ് എത്തിച്ചേർന്നത്, കമ്പ്യൂട്ടറിന് മാറി. പിന്നെ സെനോഗ്രാഫി വന്നു. പിന്നെ അത് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി പിന്നെ ഇതിലേക്ക് ടെലിവിഷൻ, കളർ ടെലിവിഷനിലേക്ക് മാറി. കളർ ടെലിവിഷൻ പിന്നെ നമ്മളിപ്പോൾ കമേഴ്ഷ്യൽ സാറ്റലൈറ്റ്, ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റിലേക്കായിട്ട് എത്തിപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം അത് കമ്മ്യൂണിക്കേഷൻ്റെ വലിയൊരു മാറ്റമായിട്ടാണ് കാണുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ടെലഗ്രാം, മെസ്സേജ് ചെയ്തത് ഞാൻ പറഞ്ഞു, മെസ്സേജ് ഫസ്റ്റ് ചെയ്തത് മെസ്സഞ്ചറുകളൊക്കെ നമ്മൾ അയച്ചിരുന്നത് ടെലഗ്രാഫ് വഴിയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ അത് മാറി മാറ്റം വരികയും ചെയ്തു. ഇനി ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് സോഷ്യൽ ചേഞ്ച് എങ്ങനെയാണ് വരുത്തുകയെന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹ്യൂമൻ സയൻസിലെ അൺഇമാജിനബിളായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഇതിൽ നടക്കുന്ന ഒരു സൊസൈറ്റിക്ക് നൽകുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിച്ച് പ്ലേസ് മില്യൺ ഓഫ് ഇയേഴ്സ്. ബട്ട് നമുക്കിപ്പം ഈ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാം. നമ്മൾ ഈ ടെക്നോളജിയുടെ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിയിൽ മാറിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അത് സൊസൈറ്റിയെ തന്നെ ടെക്നോളജീസ് നമ്മൾ സൊസൈറ്റിയെ തന്നെ ചേഞ്ച് ചെയ്യുന്നതിനും മാറ്റുന്നുണ്ട്. ലെറ്റ്സ് ആൻ എക്സാമ്പിൾ, ദ ഇൻവെൻഷൻ പ്രിൻറ്റിംഗ് മെയ്ഡ് ട്രാൻസിഷൻ ഫ്രം ഓറൽ ടു ലിറ്ററേറ്ററി സൊസൈറ്റി. അതായത് പഴയ ആ വാഗ്മയിയായിട്ടുള്ള സൊസൈറ്റിയെ ഇന്നത്തെ ലിറ്റററി സൊസൈറ്റിയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ട്. പണ്ടാണ് പ്രിൻറ്റിങ് അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്ന് ഇന്ന് നിലവിലുള്ള ഒരു സൊസൈറ്റിയിലേക്ക് നമുക്ക് ഏതിനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്, സൊസൈറ്റിയെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ഫീൽഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് TV, VCD അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്രഹാമിൽ ടെലഫോൺ കണ്ടുപിടിച്ചത് അത് 1876 അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നമ്മുടെ സന്ദേശങ്ങൾ പുറത്തെത്തിക്കാമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഏതിലൂടെ വന്നത്, ടെലഗ്രാഫുകളിലൂടെ വന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതിൽ ഗ്ലോബൽ വില്ലേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ കാലഘട്ടം 3000 ഇയേഴ്സ് ഡിക്കേഡ്സ് ഒക്കെയുള്ള മുന്നേയുള്ള പിന്നെ ഗ്ലോബൽ എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് ഒരു ഫാമിലി അതിലൊതുങ്ങിയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു യാതൊരു ടെക്നോളജീസും ഡെവലപ്മെൻറ്റും ആ കാലഘട്ടത്തിലുണ്ട്. പിന്നെ അതെന്ത് മാറാൻ തുടങ്ങി, ആ ഗ്ലോബൽ വില്ലേജ് ഒരു ജേണി, ഒരു ചേഞ്ചസിന് മാറ്റം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മെസ്സേജ് അയച്ചു, മെസ്സഞ്ചർ വന്നു, ടെലഗ്രാഫ് വന്നു, റേഡിയോ വന്നു, TV വന്നു, അത് TV തന്നെ കളർ ടെലിവിഷനായി, കമ്പ്യൂട്ടർ വന്നു, കളർ ടെലിവിഷനായി, മറ്റ് നിലവിലുള്ള പ്രസൻറ്റ് സാറ്റലൈറ്റ് വരെ എത്തിയത് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് അത് മാറ്റം ചെയ്തുകൊണ്ടുവരുന്നതിനും ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതിൽ ഉള്ളത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ല ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മിങ് ടു റൈറ്റ് ഇൻ ടുഡേ ദ ഷോർട്ട് മെസ്സേജിങ് സർവീസസ്. അത് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജിനെ കുറിച്ചിട്ടാണ്. SMS അല്ലേ, SMS എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജിങ് സർവീസസ് ആണ് SMS എന്ന് പറയുന്നത്. അത് ബിക്കോസ് ഓഫ് ടൈം റിക്വയർഡ് ഇമ്പോസിഷൻ വാട്ട് മീൻ സം സ്ട്രേഞ്ച്. നമുക്ക് ഒരു മെസ്സേജിൽ നമ്മൾ കൈയെത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബിഫോർ ഇൻവേഷൻ ആൽഫബറ്റിക്, അത് നമ്മൾ മെസ്സേജ് അയക്കുന്ന മെത്തേഡാണത്. നമ്മൾ എങ്ങനെയുള്ളത്, നമ്മളിപ്പം വാട്സപ്പിൽ തന്നെ മെസ്സേജ് നമ്മൾ അയക്കുമ്പോഴേ നമുക്ക് സെൻഡ് എന്നൊക്കെ അയക്കുമ്പോഴത് SND ആയി. അത് ലാംഗ്വേജിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ശരിക്കും അത് വൊക്കാബുലറി ആയിട്ട് ചെയ്യാണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരെ കമ്മ്യൂണിക്കേഷൻസ് ഇതിൽ എന്തിന് മെസ്സേജിന്, ഈവൻ മെസ്സേജിന് വരെ ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ പാർട്ട് 2 ആണ്.